മാല മൗലൂദുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ ശിർക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുകയാണ് എന്ന പേരിലാണ് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും അതിലെ വരികൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വ്യക്തമായ ശിർക്കിൻ്റെയും കുഫ്റിൻ്റെയും അള്ളാഹുവിൻ്റെ പേരിലും പ്രവാചകൻ്റെ പേരിലും കള്ളം പറയുന്ന വരികളും നമുക്കതിൽ കാണുവാൻ സാധിക്കും. അപ്പം ഈ മാസത്തിൽ നമ്മുടെ നാടുകളിലെ പല പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്ന മൗലൂദാണ് മങ്കൂസ് മൗലൂദ്. നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു മൗലൂദാണത്. എന്താണ് ആ മങ്കൂസ് മൗലൂദിലെ വരികൾ? അതിലെ ചില വരികൾ ഒന്നതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ മുഖേന നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് മദ്ഹാണോ അതല്ല ശിർക്കാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മങ്കൂസ് മൗലൂദിൻ്റെ ആരംഭം എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി ഫസമ്മാഹു മുഹമ്മദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രകാശം അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് മങ്കൂസ് മൗലൂദിലെ ഒന്നാമത്തെ വരി. ഹദീത്തിൽ ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന 4700 ഹദീത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത് പേനയാണ് എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്, പേനയാണോ അർശാണോ വെള്ളമാണോ. എന്നാലും പ്രവാചകന്റെ പ്രകാശമാണ് എന്നത് സ്വഹീഹായ ഒരു ഹദീസുകളിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇനി അതിന് താഴെയുള്ള വരി നോക്കിയാൽ അലാഹുവല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുവാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്നാണ് മങ്കൂസ് മൗലൂദിൽ പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, അല്ലാഹു ആദമിന് പുറത്തു കൊടുത്തത് അല്ലാഹു ചില കലിമത്തുകൾ പറഞ്ഞു കൊടുത്തു. അത് മുഖേന ആദം പ്രാർത്ഥിച്ചപ്പോഴാണ്. ആ കലിമത്ത് ഏതാണ്? സൂറത്തു അഅറാഫിന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പഠിപ്പിച്ചു റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്നാൽ മങ്കൂസ് മൗലൂദിൽ പറയുന്നു ഇതല്ല എന്ന്. ഖുർആനാണോ ശരി, മങ്കൂസ് മൗലൂദാണോ ശരി? ഇനി അതിന് താഴെയുള്ള മങ്കൂസ് മൗലൂദിലെ വരിയിൽ കാണാം വസ്തഗാസ ബിഹി നൂഹുൻ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തി. അഥവാ വല്ലാതെ പ്രയാസം വന്നപ്പോൾ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചു. 69-ാം അധ്യായം സൂറത്ത് നൂഹിന്റെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹായ തേട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സഹായം തേടിയത് എന്നാണ്. അതുപോലെ തന്നെ അതിന് ചുവടെയുള്ള വരിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മങ്കൂസ് മൗലൂദിൽ പറഞ്ഞു വകാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിന്റെ പുറകിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ തീ കെട്ടടങ്ങിയത് എന്ന് മങ്കൂസ് മൗലൂദിൽ പറയുന്നു. എന്നാൽ 21-ാം അധ്യായം സൂറത്തു അംബിയാഇന്റെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ഇബ്രാഹിമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ നാം പറഞ്ഞു യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് നീ തണുപ്പും സമാധാനവുമായി തീരുക. അങ്ങനെയാണ് തീ കെട്ടടങ്ങിയത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. പ്രിയമുള്ളവർ, ഇതെല്ലാം മങ്കൂസ് മൗലൂദിന്റെ തുടക്കത്തിൽ വരുന്ന കള്ളക്കഥകളാണ്. ഇനി മങ്കൂസ് മൗലൂദിന്റെ വരികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ശിർക്കൻ വരികൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ശരിയാണ്, മങ്കൂസ് മൗലൂദിൽ മദ്ഹുകളുണ്ട്. മങ്കൂസ് മൗലൂദിന്റെ തുടക്കത്തിൽ പ്രവാചകനെ മദ്ഹ് ചെല്ലുന്ന വരികളാണ്. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഇത് പ്രവാചകനെ മദ്ഹ് ചെല്ലുന്ന വരിയാണ്, ആർക്കും സംശയമില്ല. എന്നാൽ അത് കഴിഞ്ഞ് 4-ാമത്തെ വരിയിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ഇർതകബ്തു അലൽ ഖത്വ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പ്രവാചകരെ, ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ താങ്കളോട് ആവലാതി ബോധിപ്പിക്കുന്നു അല്ലാഹുവിന്റെ റസൂലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് പ്രവാചകനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിന്റെ 135-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണോ പാപങ്ങൾ പൊറുക്കുന്നത്? ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞു അല്ലാഹുവാണ് മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നത്. എന്നാൽ മങ്കൂസ് മൗലൂദിൽ അല്ലാഹുവിനെ മാറ്റിവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഇത് മങ്കൂസ് മൗലൂദിൽ മാത്രമല്ല,
ഇനി സുബ്ഹാന മൗലിദിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുന്നത് കാണാം, അൻത ഗഫാറുൽ ഖത്വായ വദ്ദുനൂബിൽ മുബിഖാത്ത്. പ്രവാചകരെ, വിനാശകരമായ പാപങ്ങൾ പൊറുക്കുന്നത് താങ്കളാണ് എന്ന് സുബ്ഹാന മൗലിദിൽ പറയുന്നു. ഇനി സലാം ബൈത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു രൂപത്തിലാണ്. അസ്സലാമു അലൈക യാ മാഹിയൽ ദുനൂബി അസ്സലാമു അലൈക യാ ജാരിയൽ ഖുറൂബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പാപങ്ങൾ മായ്ച്ചു കളയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. 6-ാം അധ്യായം സൂറത്തു അൻആമിന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചത് ഖുലില്ലാഹു യുനജ്ജീകും മിൻ കുല്ലി കർബിൻ. വിശ്വാസികളെ, നിങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് അല്ലാഹുവാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോൾ സലാം ബൈത്തിൽ പഠിപ്പിക്കുന്നു അത് റസൂലുള്ളാഹിയാണ് എന്ന്. അതുപോലെ മൗലിദിൽ കാണാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അൻത മുൻജീനാ മിനൽ ഹുറുഖി മിൻ ലഹീബിൻ നാരി വൽ അജജി. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കുന്നത് പ്രവാചകനാണ്. എന്താണ് പ്രവാചകന്റെ പ്രാർത്ഥന? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു പഠിപ്പിച്ചതെന്താ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. നരകത്തിൽ നിന്നും അല്ലാഹുവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകൾ. എന്നാൽ ഇവിടെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നരകത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം മൗലിദുകളിൽ കാണാൻ പറ്റുന്ന ശിർക്കൻ വരികളാണ്. ഇതുപോലെ തന്നെയാണ് മാലകളുടെ അവസ്ഥകളും. മുഹൈദ്ദീൻ മാല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹുവിനുള്ള എല്ലാ വിശേഷണങ്ങളും ആ ഷെയ്ഖിന് വെച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. ഒരു ഗ്ലാസിന്റെ കുപ്പിയിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അത് എപ്രകാരം നമ്മൾ കാണുമോ അതുപോലെ നമ്മുടെ ഹൃദയം മുഹൈദ്ദീൻ ഷെയ്ഖ് കാണുമെന്ന് പറയുമ്പോൾ 40-ാം അധ്യായം സൂറത്തു ഗാഫിറിന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചത് യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. ഹൃദയത്തിലുള്ളത് അറിയുന്നത് അല്ലാഹു ആണ് എന്നതാണ്. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ഷെയ്ഖിന് വെച്ചു കൊടുക്കുന്ന വരികൾ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ചൊല്ലിയാൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഇസ്ലാമിൽ തൗഹീദിന് എന്ത് സ്ഥാനമാണുള്ളത്? പിന്നെ ഇസ്ലാമിൽ ശിർക്കിന് എന്ത് ഗൗരവമാണുള്ളത്? മങ്കൂസ് മൗലൂദ് ആരാണ് ഉണ്ടാക്കിയത് എന്ന് പോലും അറിയുകയില്ല. ആളുകൾ പറയുന്നു മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത് നമ്മുടെ പൊന്നാനിക്കാരനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ളയാണ് എന്ന്. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ളയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കിതാബുകൾ പഠിക്കുമ്പോൾ അവിടെ എവിടെയും മങ്കൂസ് മൗലൂദ് അദ്ദേഹം രചിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ആരാണ് രചിച്ചത് എന്ന് പോലും തെളിവില്ലാത്ത ചില മൗലൂദുകൾ. അതുപോലെ തന്നെ മുഹൈദ്ദീൻ മാല ആര് രചിച്ചു? 1607 കോഴിക്കോടുള്ള ഖാദിയായ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി രചിച്ച മാലയാണ് ഈ മുഹൈദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ. ആരാണ് എഴുതിയതെന്നറിയാത്ത മൗലിദുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 1000 വർഷങ്ങൾക്ക് ഇപ്പുറമുണ്ടാക്കിയ മാലകളും ചൊല്ലിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് എങ്കിൽ പിന്നെ പ്രവാചകൻ ദീനിൽ എന്ത് സ്ഥാനമാണുള്ളത്? എൻ്റെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് നിയോഗിതനായത് നമുക്ക് ഹിദായത്ത് നൽകുന്നതിന് വേണ്ടിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ആ പ്രവാചകന് ശേഷം 1000 വർഷങ്ങൾക്കിപ്പുറം ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത മാലകളും മൗലിദുകളും ഒരാൾ ഉണ്ടാക്കുകയും അത് ചൊല്ലിയാൽ മാത്രം സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുകയും ചെയ്താൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് പിന്നെ ദീനിൽ എന്ത് സ്ഥാനമാണുള്ളത്? പിന്നെ ചില ആളുകൾ പറയും എല്ലാം ശരിയാണ്, നമ്മൾ ഒന്നിലേക്കും ചെല്ലേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് അവർക്ക് തെളിവുകളുണ്ട്, നമ്മൾ പറയുമ്പോൾ നമുക്ക് തെളിവുകളുണ്ട്, എല്ലാതും ശരിയായിരിക്കാം. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തുദില്ലു മാ തമസ്സക്തും ബിഹിമ, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോകുകയില്ല. കിതാബുല്ലാഹി വസുന്നത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1 ഖുർആനാണ്, 2 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവിടുത്തെ സുന്നത്തിലുണ്ടായിരുന്നോ? ആ സുന്നത്ത് കണ്ടുപഠിച്ച സ്വഹാബത്തിലുണ്ടായിരുന്നോ? അത് മാത്രം നോക്കിയാൽ ശിർക്കും തൗഹീദും നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് പൊന്നു മുസ്ലിമേ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന വിഷയമാണ്. ചത്തളിഞ്ഞ ആടിൻ്റെ വില പോലുമില്ലാത്ത ഈ ദുനിയാവല്ല നമുക്ക് വേണ്ടത്. അനശ്വരമായ അനന്തമായ അറ്റമില്ലാത്ത ജീവിതം കാത്തിരിക്കുന്ന ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഈ ശിർക്കൻ വരികൾ നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ മുവഹ്ഹിദീങ്ങളായി നാം ഏവരെയും ജീവിപ്പിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണവേളയിൽ മക്കൾക്ക് നൽകുന്ന വസിയ്യത്തിൽ കാണാം, മക്കളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം. فإن السماوات السبع والأرضين السبع لو وضعت في كفة 7 ആകാശങ്ങളും 7 ഭൂമികളും ഒരു ത്രാസിൻ്റെ തട്ടിൽ വെച്ചാൽ വവുദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും വെച്ചാൽ റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹയായിരിക്കും കനം തൂങ്ങുക. അതാണ് ഇസ്ലാമിൽ തൗഹീദിൻ്റെ സ്ഥാനം. മൗലിദ് ഓതുന്ന മരണവീടുകൾ, അവിടെ നമ്മുടെ എളാപ്പാൻ്റെ മയ്യത്താണല്ലോ, മൂത്താപ്പാൻ്റെ മയ്യത്താണല്ലോ, ഞാനതിലെങ്ങനെ സഹകരിക്കാതിരിക്കും എന്ന ന്യായം പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ അതിൽ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ, ഞാൻ പരിസംഖ്യ കൊടുക്കുന്ന പള്ളിയാണല്ലോ, അവിടെ നടക്കുന്ന മൗലിദിൽ നിന്ന് ഞാൻ എങ്ങനെ വിട്ടു നിൽക്കും എന്ന ന്യായീകരണങ്ങളെല്ലാം പറഞ്ഞ് നമ്മളതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, അപ്പോൾ മഹാത്മാക്കൾക്ക് നമ്മളെക്കാൾ വലിയ ഔലിയാക്കന്മാർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലേ? പ്രിയമുള്ളവരെ, ആര് പറഞ്ഞു സ്ഥാനമില്ല എന്ന്? അള്ളാഹുവിൻ്റെ വലിയകൾക്കെല്ലാം സ്ഥാനമുണ്ട്. അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങൾമാരാണോ, അവർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവരാണോ, അവരെ പ്രത്യേകം ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് അതിൻ്റെതായ സ്ഥാനം നൽകണം. അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം, അവർ മുഖേന തപസ്സുൽ നടത്താം. എന്നാൽ പ്രിയമുള്ളവരെ, അവരുടെ മരണത്തിന് ശേഷം പിന്നീട് അവരുമായി നമുക്ക് ബന്ധപ്പെടാം, അവരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറയാം, അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ പറയാം. ഇതെല്ലാം ആര് പഠിപ്പിച്ചു? മക്കയിലെ മുശ്രിക്കീങ്ങൾ അബൂജഹലും കൂട്ടരും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അരികിലേക്ക് ചെല്ലും, അവരോട് പ്രാർത്ഥിക്കും, സങ്കടങ്ങൾ പറയും. റസൂലുള്ളാഹി അതിനെ വിലക്കുമ്പോൾ അവർ പറയും, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഈ ലാത്തയോടും ഉസ്സയോടും ഒന്നും പ്രാർത്ഥിക്കല്ല, ഇവരെ ആരാധിക്കല്ല. ഞങ്ങൾ ഇവരുടെ അരികിലേക്ക് വരുന്നത് അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ വിശ്വാസമല്ലേ ഇന്നും പല ആളുകളും വെച്ച് പോരുന്നത്? പുത്തൻപള്ളി ജാറത്തിലേക്ക് പോകുന്ന, വെളിയങ്കോട് ജാറത്തിലേക്ക് പോകുന്ന, മണത്തല ജാറത്തിലേക്ക് പോകുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്നത്, ഞങ്ങൾ അവിടുത്തെ ആളോട് പ്രാർത്ഥിക്കാനല്ല, അള്ളാഹുവിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അവിടെയുള്ളവർ മഹാന്മാരാണ്, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത് എന്നാണ്. ഇതേ വിശ്വാസം വെച്ച് പുലർത്തിയ അബൂജഹൽ മുസ്ലിമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അബൂജഹലിനെ ബദറിൽ വകവരുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അവർ മുശ്രിക്കീങ്ങളായതുകൊണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഇറങ്ങുന്നതിന് മുമ്പേ അവരും ഹജ്ജ് ചെയ്യും. ഹജ്ജ് നിർവഹിക്കുമ്പോൾ അവർ തൽബിയത്ത് ചൊല്ലും, ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് പങ്കുകാരൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി പറയും, വൈലക്കും ഖദ് മതി മതി, ഇനി നിങ്ങൾ അടുത്തത് പറയരുത്. പക്ഷെ അവർ പറയുമായിരുന്നു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, എന്നാൽ അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുണ്ട്, അവന് സ്വന്തമായി ഒരു കഴിവുമില്ല, നീ എന്തൊരു കഴിവ് കൊടുത്തോ അത് മാത്രമേ അവർക്കുള്ളൂ. കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഇമാം മുസ്ലിമിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസാണത്. അപ്പോൾ പ്രിയമുള്ളവരെ, കൊടുത്ത കഴിവ് എന്നൊരു കഴിവും അങ്ങനൊന്നില്ല. മരണപ്പെട്ടു പോയാൽ അവരവരുടെ ബർസഖി ജീവിതത്തിലാണ്, അവർക്ക് ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ മുറിഞ്ഞുപോയി, അവരുടെ പരലോക ജീവിതത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരോട് പ്രാർത്ഥിക്കുവാനോ അവിടെ ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയുവാനോ യാതൊരു തെളിവും നമുക്കില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തൗഹീദ് മുറുകെ പിടിക്കുക, തൗഹീദിനെതിരായ ശിർക്ക് അത് ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നമൽ, ഒരു ഉറുമ്പ് അത് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി നിങ്ങളിലേക്ക് ശിർക്ക് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്താൽ ചെറിയ ശിർക്കും വലിയ ശിർക്കും നിങ്ങളിൽ നിന്ന് പോകുന്നതാണ് എന്നൊരു പ്രവാചകൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരമായി ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ
നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹു ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അൻ ഉശ്രിക ബിക വ അന അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു, ഞാൻ അറിയാതെ ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. നാളെ പരലോകത്തെത്തിയാൽ ശിർക്ക് ചെയ്തതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോകുന്ന ആളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുമെന്നാണ്, ലൗ അന്ന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ കുൻത തഫ്തദി ബിഹി, നിനക്ക് ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് പ്രായശ്ചിത്തമായി തന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്രമിക്കുമോ? ആ മനുഷ്യൻ പറയും, അതെ റബ്ബേ, ഞാൻ അതിന് ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അയാളോട് പറയുമെന്നാണ്, മാ ഹുവ അഹ്വനു മിൻ ഹാദാ വ അൻത ഫീ സുൽബി ആദം, നീ ആദമിന്റെ സുൽബിൽ മുതുകിലായിരുന്നപ്പോൾ ഇതിനേക്കാൾ ലളിതമായൊരു കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അതെന്തായിരുന്നു? അല്ലാ തുശ്രിക് ബി, എന്നിൽ ശിർക്ക് ചെയ്യരുത് എന്നായിരുന്നു. ഫഅബൈത ഇല്ല ശിർക, പക്ഷെ നീ അത് വിസമ്മതിച്ചു, നീ ശിർക്ക് ചെയ്തു, അതുകൊണ്ട് നരകത്തിൽ അവൻ നിത്യവാസിയായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുക. അതിനാവശ്യമായ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക.